മൾട്ടി സ്റ്റാർ ചിത്രങ്ങൾ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരമാണ്. താര സഹോദരങ്ങളായ ഇന്ദ്രജിത്തും പൃഥ്വിരാജും ഒരുമിച്ച് ചിത്രമായാലോ പിന്നെ പറയണ്ട അല്ലേ. ടിയാന്റെ വിശേഷങ്ങളുമായി താരങ്ങളും ഡയറക്ടറുമാണ് എൻ്റെ കൂടെ ഉള്ളത്. എല്ലാവർക്കും ആദ്യം ഒരു ഈദ് മുബാരക്. ടിയാൻ, ദ എബവ് മെൻഷൻഡ്, ആരാണ് ഈ ടിയാൻ? ടിയാൻ എന്ന് പറയുന്നത് തന്നെ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരാളെ പറയുന്ന വാക്കല്ല. അത് ഇൻഫാക്ട് വളരെ വളരെ പുരാതനമായ ഒരു നാമപ്രയോഗമാണ്. നമ്മൾ ഈ ആധാരങ്ങളിലായിട്ട് ഒരാളുടെ പേര് എഴുതി കഴിഞ്ഞാൽ പിന്നീട് റെപ്പറ്റേറ്റീവ് ആയിട്ട് ആ റെഫറൻസ് വരുമ്പോൾ മേൽപ്പടിയാൻ എന്ന് പറയും. അത് കുറച്ചുകൂടെ അബ്രിവേറ്റഡ് ആയിട്ട് ടിയാൻ എന്ന് പറയും. അപ്പോൾ അത്തരത്തിൽ ഈ ഭൂമി രജിസ്ട്രേഷൻ ഡോക്യുമെന്റ്സിൽ ഉപയോഗിക്കുന്ന വാക്ക് എന്തുകൊണ്ട് ടൈറ്റിൽ എന്ന് ചോദിച്ചാൽ അത് ഈ സിനിമയിലെ പല ചോദ്യങ്ങളിൽ ഒന്നാണ്. ആരുടെയാണ് ഈ ഭൂമി? ടു ഹൂ ഡസ് ദിസ് ലാൻഡ് ബിലോങ് ഇൻ ആക്ച്വാലിറ്റി എന്നുള്ളത് ഈ സിനിമയിലെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതിന്റെ ദി എബവ് മെൻഷൻ എന്ന് പറയുന്ന ടാഗ് ലൈനിലും ഒരു സെക്കൻഡ് ലെയർ ഉണ്ട്. ദി എബവ് മെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് മുകളിലുള്ള ഒരാൾ എന്ന് പറയുന്നതിന്റെ സ്പിരിച്വാലിറ്റിയും ഈ സിനിമയിൽ ഒരു ഭാഗമാണ്. അപ്പോൾ എല്ലാ തലത്തിലും ടിയാൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്നുള്ളതിന് ഉപരി ആ പ്രയോഗമാണ് ഇവിടെ പ്രസക്തം. പല തരത്തിലും ഈ സിനിമ ഇതിനോടകം തന്നെ ശ്രദ്ധ. അതിൽ ഒരു കാര്യം 200 ദിവസം ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ്. അല്ലെ, ആലോചിക്കുമ്പോ ആണോ? അങ്ങനെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഓൺലൈൻ മീഡിയാസ് ഒക്കെ പറയുന്നത് 200 ദിവസത്തോളം ഷൂട്ട് ചെയ്തു. ശരിക്കും അങ്ങനെ ഇല്ല അല്ലേ? ഇല്ല, ശരി, 100-120 ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 80 ദിവസമൊക്കെ കൂട്ടിയിട്ടാണോ ഓൺലൈൻ മീഡിയാസ് പറയും? ഓക്കെ. അപ്പൊ എന്നാലും ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സിനിമകളെ അപേക്ഷിച്ച് 120 ദിവസം. ഇപ്പോ വലിയ സിനിമകളെല്ലാം ഓൾമോസ്റ്റ് 100-120 ദിവസം ഷൂട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊരു 120 ദിവസം ആയി എന്ന് പറയുന്നത്. 110-115 ദിവസം ഷൂട്ട് ചെയ്യുന്നു. എന്റെ അറിവ് ശരിയാണെങ്കിൽ പുലിമുരുകനൊക്കെ അതിനേക്കാളൊക്കെ ഒരുപാട് വലിയ സിനിമകൾ എല്ലാം കൺസീവ് ചെയ്യാൻ എത്ര സമയം വേണം? അത് മലയാളം ആയതുകൊണ്ടാണ്. ഇതിപ്പോ ഒരു ഹിന്ദിയൊക്കെ ആയിരുന്നെങ്കിൽ 2 വർഷം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് അത്ര പരിചയമല്ലാത്തൊരു പശ്ചാത്തലത്തിലാണ് ഇതിന്റെ കഥ. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു കഥാ പശ്ചാത്തലം? എന്താണ്? ഇതൊരു ഡ്രൈലാൻഡിൽ നടക്കുന്ന, കേരളത്തിന് പുറത്തുള്ള ഒരു നോർത്തേൺ പ്ലെയിൻസിൽ നടക്കുന്ന കഥയാണ് പൂർണ്ണമായിട്ടും. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. നോർത്തേൺ പ്ലെയിൻസിൽ നടക്കുന്ന ഒരു മലയാളിക്ക് പുറത്തുള്ള ഒരു മലയാളി, പുറത്തുപോയി താമസിക്കുന്ന ഒരു മലയാളിയുടെ കഥയാണ് ഇതിനകത്ത് പ്രധാനമായും പറയുന്നത്. പക്ഷേ കഥാപാത്രങ്ങൾ എല്ലാം നമ്മുടെ കഥ പറഞ്ഞ് വരുന്ന രീതി മൊത്തം നോർത്തിലാണ്. ഓക്കെ. അതുകൊണ്ടാണ് ഒരു കാണുമ്പോൾ നമുക്കൊരു ഹിന്ദി സിനിമയുടെ ഒക്കെ ട്രെയിലർ കാണുന്ന പോലത്തെ ഒരു ഫീലാണ്. നമുക്ക് അത്ര പരിചയമുള്ള അങ്ങനെ ഒരു പ്രത്യേക ലൊക്കേഷൻസ് പറയാൻ പറ്റില്ല. ഇതിനകത്ത് ഇപ്പോൾ കുറേ ലൊക്കേഷൻസ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹൈദരാബാദ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, വാരണാസി ഉണ്ട്, ലഡാക്ക് ഉണ്ട്, നാസിക് ഉണ്ട്. അപ്പോൾ ഈ കഥയ്ക്ക് ആവശ്യമാണ് അങ്ങനെയുള്ള ലൊക്കേഷൻസും ഒരു നോർത്തേൺ ലുക്കും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള. അപ്പോൾ അനന്യെ ഞങ്ങൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു എന്താ പറയുക വലിയ കാസ്റ്റിന്റെ കൂടെ ഒക്കെ കാണുന്നത്. അപ്പോൾ ഇതിലെ കഥാപാത്രം എന്താണ് എക്സൈറ്റ് ചെയ്തത്? അംബ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. ഇന്ദ്രേട്ടൻ ചെയ്യുന്ന പട്ടാഭിരാമൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ വൈഫായിട്ടാണ്. ഓക്കെ. നക്ഷത്രമാണ് ഞങ്ങളുടെ അച്ഛനും മോളും തന്നെയാണ്. അച്ഛനും മകളെ. അംബ ഒരു നമ്മുടെ കേരളത്തിൽ നിന്ന് നോർത്തിലേക്ക് പോയി അവിടെ താമസിക്കുന്ന, അല്ലെങ്കിൽ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത ഒരു ഫാമിലിയിലെ ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി. അപ്പോൾ അവർ അവിടെ അനുഭവിക്കുന്ന ചെറിയ അവിടുത്തെ കുറച്ച് ഇഷ്യൂസും അതിലവർക്ക് കുറച്ച് ടെൻഷൻസും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അംബ. കൂടുതലായിട്ട് എനിക്കും പറയാൻ പറ്റില്ല. ഇനി ഇവിടെ ഒരു പ്രധാന കഥാപാത്രം എന്തായാലും മിസ്സിംഗ് ആണ്. പട്ടാഭിരാമൻ എന്ന കഥാപാത്രം ചെയ്യുന്ന ഇന്ദ്രേട്ടൻ. അപ്പോൾ എന്താണ് ഇന്ദ്രജിത്തിന്റെ ഒരു കഥാപാത്രം? എങ്ങനെയാണ്? പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളാണ് രാജു ചെയ്യുന്ന അസ്ലൻ മുഹമ്മദും, അതുപോലെ വളരെ ശക്തമായ ഒരു കഥാപാത്രമാണ് പട്ടാഭിരാമൻ ഇന്ദ്രൻ ചെയ്യുന്ന കഥാപാത്രം. വളരെ സ്ട്രോങ് ക്യാരക്ടറാണ് ഇന്ദ്രന്റെ പട്ടാഭിരാമഗിരി. പൊതുവെ മുരളിച്ചേട്ടൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഈ സിനിമയും അത്തരത്തിൽപ്പെട്ട ഒരു സിനിമയാണോ? അല്ല, ഇത് ഈ ഇന്റലക്ച്വൽ ആവുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഏറ്റവും നല്ല തിരക്കഥകൾക്ക് എപ്പോഴും പല ലെയറുകൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ സൂപ്പർഫിഷ്യലായിട്ട് കാണുന്ന സിനിമയ്ക്ക് അടിയിൽ മറ്റർത്ഥങ്ങളും മറ്റ് ഇംപ്ലിക്കേഷൻസും ഉള്ള തിരക്കഥകളാണ് എപ്പോഴും വളരെ നല്ല തിരക്കഥകളായിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. മുരളിയുടെ തിരക്കഥകളുടെ ക്വാളിറ്റി അതാണ്. ഇപ്പോൾ മുരളി ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ സിനിമയാണെങ്കിൽ പോലും അതിനുള്ളിൽ ഒരുപാട് ഹ്യൂമാനിറ്റേറിയൻ സ്പിരിച്വൽ ലെയറുകൾ ഉണ്ടാവും. മുരളി ചെയ്യുന്ന ഒരു കണ്ടംപററി ഒരു ഹൗസിംഗ് കോളനിയിൽ നടക്കുന്ന കഥയാണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ ഭയങ്കര റിലേഷൻഷിപ്പ് ഡൈനാമിക്സിൻ്റെ ഭയങ്കര ലെയേഴ്സ് ഉണ്ടാവും.
അപ്പോൾ ടിയാൻ ഇപ്പോൾ നിങ്ങൾ കണ്ട ടീസറിലും ട്രെയിലറിലും ഒക്കെ നിങ്ങൾക്കൊരു വളരെ സ്പിരിച്വൽ ഫിലോസഫിക്കൽ സിനിമയുടെ ഒരു സ്വഭാവം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുണ്ട് ഈ സിനിമയിൽ. പക്ഷെ അത് മാത്രമല്ല, ഇൻഫാക്ട് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വാട്ട് യു ഫീൽ ഇസ് ഒരു മാസ് കമേഴ്ഷ്യൽ എന്റർടൈനർ ആണ്, ഭയങ്കര ആക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. ഇത് കണ്ടതിന് ശേഷമാണ് then you realize ഇതിന്റെ അടിയിൽ ഒരുപാട് ലെയേഴ്സ് ഉണ്ടായിരുന്നല്ലോ. ഇതിലെ കഥാപാത്രങ്ങളിലും കഥാപാത്രങ്ങൾ പറയുന്ന സംഭാഷണങ്ങളിലും എല്ലാം ഒളിഞ്ഞു കിടക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടായിരുന്നല്ലോ എന്ന് അപ്പോഴാണ് തിരിച്ചറിയുക. അപ്പോൾ അത് ആ സ്ക്രിപ്റ്റിങ്ങിന്റെ ഒരു ക്വാളിറ്റിയാണ്. ആൻഡ് അങ്ങനത്തെ സ്ക്രിപ്റ്റുകളാണ് എപ്പോഴും വളരെ എന്താ പറയാ, ഈ റിപ്പീറ്റ് വ്യൂയിങ്ങിന് അർഹമാകുന്ന സിനിമകളായി മാറുന്നത്. ഇനി ഇതിലെ മറ്റ് കഥാപാത്രങ്ങൾ, എനിക്ക് തോന്നുന്നു ബോളിവുഡിന്റെ താരങ്ങളുടെ കൂടെ ഒരു പ്രസൻസ് ചിത്രത്തിലുണ്ട്. അപ്പോൾ എന്താണ് മറ്റ് കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആരൊക്കെയാണ്? മലയാളത്തിൽ തന്നെ ഷൈൻ ടോം ചാക്കയുണ്ട്, രാഹുൽ മാധവ്, സുരാജ് വെഞ്ഞാറമൂട്, അനന്യയുടെ പത്മപ്രിയയുണ്ട് ഫീമെയിൽ, പിന്നെ നക്ഷത്രയുണ്ട്. അങ്ങനെയാണ് മലയാളത്തിലെ കുറച്ച് ആളുകൾ. രഞ്ജിത്ത് എന്ന് പറയുന്ന ഹിന്ദിയിലെ പഴയ കാല ഒരു വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്തിരുന്ന ആളുണ്ട്, രഞ്ജിത്ത്. എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ചെയ്യുന്നത്. പിന്നെ അമിത് തിവാരി, അങ്ങനെ കുറേ ഹിന്ദി താരങ്ങൾ വരുന്നുണ്ട് ഇതിനകത്ത്. ടെക്നിക്കൽ സൈഡ് ആരാണ്? സിനിമാറ്റോഗ്രഫി സതീഷ് കുറുപ്പാണ് ഇതിൻ്റെ ക്യാമറാമാൻ, മോഹൻദാസ് ആർട്ട് ഡയറക്ടർ, അരുൺ മനോഹർ കോസ്റ്റ്യൂം, മേക്കപ്പ് മാൻ അഞ്ജയ് രാജ്, അങ്ങനെ അതാണ് ടെക്നീഷ്യൻസ്, ഗോപി സുന്ദർ മ്യൂസിക്. ഇങ്ങനെ ഒരു സിനിമയിലേക്ക് ശരിക്കും ഡയറക്ടർ സാർ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സിനിമ സാറിന് സ്ട്രൈക്ക് ചെയ്യുന്നത്, എക്സൈറ്റ് ചെയ്യുന്നത്? മുരളിച്ചേട്ടനും ഞാനും കൂടി സംസാരിക്കുമ്പോൾ മുരളിച്ചേട്ടൻ പറയുന്ന ഒരു തോട്ടിൽ നിന്നാണ് ഈ സിനിമ തുടങ്ങുന്നത്. പക്ഷെ അന്നേ ഈ സിനിമയുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഞങ്ങൾക്കറിയാമായിരുന്നു ഈ സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സ്ട്രഗിളും. പക്ഷേ ഞങ്ങളുടെ തീരുമാനമായിരുന്നു എന്ത് സ്ട്രഗിൾ ഉണ്ടെങ്കിലും ഇങ്ങനൊരു സിനിമ ചെയ്യുമെന്ന്. കാരണം ഈ സിനിമ ഇപ്പോൾ പറയേണ്ട സിനിമയാണ്, ഈ കാലഘട്ടത്തിൽ പറയേണ്ട സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് അന്ന് മുതൽ ഈ സിനിമയുടെ ഒരു പ്രോസസ്സ് തുടങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു 3.5-4 വർഷമായി. അതിനുശേഷമാണ് ഇപ്പോൾ ടിയാൻ യാഥാർത്ഥ്യമാവുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സ്ട്രഗിളുകളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ പറയേണ്ട സിനിമയാണ് ടിയാൻ. അത് തന്നെയാണ് ടിയാൻ യാഥാർത്ഥ്യമാവാൻ കാരണം. ഇനി നക്ഷത്ര ആദ്യത്തെ ഷോട്ട് ചെയ്യുമ്പോൾ ചെറിയച്ഛനുണ്ടായിരുന്നോ അവിടെ? ഓക്കെ, അമ്മ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളെല്ലാവരും എനിക്ക് തോന്നുന്നു വളരെ എക്സൈറ്റ്മെന്റോട് കൂടി നോക്കി കാണുന്നതാണ് നക്ഷത്രയുടെ ഒരു പറഞ്ഞോളൂ. ഇല്ല, നച്ചു ഫസ്റ്റ് ഷോട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷെ വളരെ ഭംഗിയായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്തിരുന്നു നച്ചു. വളരെ ടാലന്റ് ഉള്ള ഒരു കുട്ടിയാണ്. കാരണം ഇവരെല്ലാവരും അങ്ങനെ ഒരു ഫാമിലി അങ്ങനെയല്ലേ. അപ്പൊ കണ്ടോ എന്തെങ്കിലും ഡബ് ചെയ്യണ സമയത്ത്? ഓക്കെ, അപ്പൊ എന്താണ് ചെറിയച്ഛന്റെ ഒരു വിശകലനം? എനിക്ക് പുതിയ തലമുറയുടെ ആയിരിക്കും. ഒരു എക്സെപ്ഷണലി കോൺഫിഡന്റ് ആണ് ഇവരൊക്കെ. നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ ഈ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പേടി, അതൊന്നും ദേ ആർ നോട്ട് ഈവൻ അവെയർ ഓഫ് ഇറ്റ്. അവർക്ക് അതിനെപ്പറ്റിയൊന്നും ഒരു ധാരണ പോലും ഇല്ല. അതായത് ഇങ്ങനെ എത്ര ആൾക്കാർ നിൽക്കുമ്പോൾ ഞാൻ പേടിക്കണം, അങ്ങനൊന്നും അവർക്കൊരു സോ അതിന്റെ ഒരു ഭയങ്കര കോൺഫിഡൻസ് ഈ കുട്ടികൾക്ക്, ചേട്ടന്റെ കുട്ടികളുടെ കാര്യം മാത്രമല്ല പൊതുവേ ഇക്കാലത്തെ കുട്ടികൾക്കുണ്ട്. പ്ലസ് ഓഫ് കോഴ്സ് ഐ എം ഷുവർ അവർക്ക് ജനറ്റിക് ആയിട്ട് ചേട്ടന്റെയും പൂർണ്ണിമയുടെയും ഒക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഐ മീൻ ഭയങ്കര എനിക്കെപ്പോഴും നച്ചുവിന്റെ ഭയങ്കര ക്യാരക്ടറുള്ള ഫേസ് ആവുള്ളൂ. അവളുടെ കണ്ണിങ്ങനെ ഒരു അപ്വേർഡാണ് കർവ് ചെയ്യുന്നത്. അത് ഞാൻ എപ്പോഴും പോലെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് വളരെ കുറച്ച് ആൾക്കാർ കിട്ടുന്നതാണ് ഈ കണ്ണിങ്ങനെ മേളിലോട്ട്. അത് നമ്മൾ ക്ലോസ് ഒക്കെ വെച്ചാൽ ഒരു ഭയങ്കര സെറീൻ ഉള്ളൊരു അങ്ങനത്തെ ലുക്ക്. അത് ഈ ക്യാരക്ടറിന് പെർഫെക്റ്റ് ആണ്. എന്തുകൊണ്ടാണത് ഞാനത് ഈ ക്യാരക്ടറിന് പെർഫെക്റ്റ് ആണെന്ന് പറയുന്നത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ശരിക്കും ആരാണ് നക്ഷത്ര ഈ മൂവിയിലേക്ക് സജസ്റ്റ് ചെയ്തത്? അത് ഞങ്ങൾ ഇന്ദ്രൻ്റെ വീട്ടിൽ ഞാനും മുരളിച്ചേട്ടനും കൂടി ഇരിക്കുന്ന ഒരു ദിവസം നച്ചു സ്കൂൾ വിട്ട് വരികയായിരുന്നു. അപ്പോൾ ഈ ക്യാരക്ടർ അന്ന് ഫൈനലൈസ് ചെയ്തിട്ടില്ല. അന്ന് ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു, അങ്ങനെ ആണെങ്കിൽ നച്ചുവിനെ വെച്ച് ചെയ്താൽ എന്താന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയാണ് നച്ചു വരുന്നത്. പക്ഷേ എവിടെയൊക്കെ ഡിസ്കഷൻ സമയത്ത് ഞാൻ മുരളിച്ചേട്ടനോട് ചോദിച്ചിരുന്നു, പേഴ്സണലായിട്ട് ചോദിച്ചിരുന്നു. അതിപ്പോൾ പറയുകയാണ്, ഇത് ഈ ഇന്ദ്രനും മകളും കൂടി വരുമ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒന്നത് ആ ക്യാരക്ടർ സിനിമ കാണുമ്പോൾ പറയാം നല്ല ഡെപ്തുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ചെയ്യുമ്പോൾ അത് എങ്ങനെയാവും അത് അറിയില്ല. കാരണം നച്ചു ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ
വളരെ ഞെട്ടിച്ചുകൊണ്ട് ഫസ്റ്റ് സീൻ എടുക്കുമ്പോൾ തന്നെ ഭയങ്കര രസമായിട്ട് നമ്മൾ എന്താണോ ആഗ്രഹിച്ചിരുന്നത്, ഈ പറഞ്ഞതുപോലെ ഒട്ടും കുറേ സിനിമകൾ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു കുട്ടി ഇതുപോലെയാണ് അവർ ചെയ്തത്. ഞാൻ അപ്പം തന്നെ ഇന്ദ്രനോട് പറയുകയും ചെയ്തു, ഇത് ഭാവിയിലെ ഹീറോയിൻ ആണെന്ന്. ഇനി ചിലപ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞ് മാഗസിൻസിൽ ഇങ്ങനെ വരും, ഈ സിനിമയിലാണ് ആദ്യമായി. അപ്പോൾ ഇതിൽ രാജേട്ടൻ്റെ കഥാപാത്രം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ട്രെയിലർ കാണുന്ന സമയത്തൊക്കെ ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ട് തുടങ്ങുന്നത് എന്താണെന്നറിയോ, അഹന്ത. അപ്പോൾ എന്ത് തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് ശരിക്കും? ഈ സിനിമയെ പോലെ തന്നെയാണ് ഈ കഥാപാത്രവും എന്ത് തരത്തിലുള്ള കഥാപാത്രമാണെന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ കഥാപാത്രം അയാളുടെ ലൈഫിന്റെ ഒരു വലിയ സ്പാനിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ സ്പാനിൽ അയാൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ അനുഭവങ്ങളിലൂടെ അയാളുടെ ലൈഫിലെ പല തലങ്ങളിലൂടെ അയാൾ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഇയാൾ ഇങ്ങനത്തെ ആളാണ് എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഓഫ്കോഴ്സ് ഈ സിനിമ പോലെ തന്നെ ഒരുപാട് ലെയറുകളുണ്ട് ഈ ക്യാരക്ടറിന്. അയാളെ നമ്മൾ പല ടൈം സ്പാൻസിൽ അയാളെ കാണുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ അയാളുടെ വ്യക്തിത്വം ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഡെപ്തുള്ള ഒരു ക്യാരക്ടറാണ്. അയാൾ പറയുന്ന കാര്യങ്ങൾ ആക്ച്വലി യൂണിവേഴ്സലി ലൈഫിന് റെഫറൻസ് ആണ്. അത് അയാൾ സംസാരിക്കുന്നത് അയാളുടെ ജീവിതത്തിൽ നിന്ന് അയാൾക്കുണ്ടായ അനുഭവങ്ങളും അയാൾ കണ്ട ലോകവും അയാൾ തിരിച്ചറിഞ്ഞ സത്യങ്ങളിൽ നിന്നാണ്. പക്ഷെ അത് ആരുടെ ജീവിതത്തിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അസ്ലൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വളരെ ഫിലോസഫിക്കൽ സ്പിരിച്വൽ കോറുള്ള ഒരു ക്യാരക്ടറാണ്. അറ്റ് ദ സെയിം ടൈം അടുത്ത കാലത്ത് ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും ഒരു ഇലക്ട്രിക് മാസ് ആക്ഷൻ സീക്വൻസ് ഉള്ളൊരു ക്യാരക്ടറാണ്. ഓക്കെ, ഇനി ഇതിൽ മുരളിച്ചേട്ടൻ്റെ കഥാപാത്രം നമുക്ക് കാണുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയ ഒരു മന്ത്രവാദി അങ്ങനെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും എന്താണ് ആ കഥാപാത്രത്തിന്റെ ഒരു ബേസ്? ആ കഥാപാത്രത്തെ പറ്റി ഇപ്പം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ ബേസിക്കലി ഈ 3 കഥാപാത്രങ്ങളിലൂടെയാണ് ഈ കഥ പറയുന്നത്. അപ്പൊ ഈ ക്യാരക്ടേഴ്സിനെ പറ്റി പറഞ്ഞാൽ കഥയുടെ ഒരു കാര്യം പറയേണ്ടി വരും. പിന്നെ അത് കാണുമ്പോൾ അപ്പൊ പറയാൻ പോകുമ്പോ വേണ്ട. ഇനി എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു മൂവിയുടെ ഒരു ഷൂട്ട് ചെയ്തത് എക്സ്പീരിയൻസ്, ചിത്രീകരണ സമയത്തൊക്കെ? നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം രാജുവിൻ്റെ കൂടെയും ഇന്ദ്രേട്ടൻ്റെ കൂടെയും ഇതിനു മുമ്പ് ഓരോ ഫിലിംസ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാക്കി കൃഷ്ണമോറേട്ടനാണെങ്കിലും മുരളിയേട്ടൻ്റെ കൂടെയൊക്കെ ഫസ്റ്റ് ടൈമാണ്. മുരളിയേട്ടനെ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അതായത് ആദ്യമേ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പേടിയായിരുന്നു. എങ്ങനെയായിരിക്കും, ഏത് രീതിയിലേക്കാണ് സംസാരിക്കുക, അതറിയില്ലായിരുന്നു എനിക്ക്. പിന്നീട് ഓക്കെ വളരെ ഫ്രണ്ട്ലി ആയി എനിക്ക് ക്യാരക്ടേഴ്സ് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് ക്യാരക്ടർ പറഞ്ഞു തന്നു. അമ്പയുടെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും അമ്പയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ മീൻസ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതെന്നെ കുറേ ഹെൽപ്പ് ചെയ്തു. പിന്നെ എന്തുകൊണ്ടും ഈ ഒരു ക്യാരക്ടറും എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. കാരണം ഇതുവരെ ഞാൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് പേഴ്സണലി പറയുകയാണെങ്കിൽ. ഇനി ഗോപി സുന്ദറാണ് ചിത്രത്തിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെ പാട്ടുകൾ ഇതുവരെ ടി വിയിലൊന്നും കണ്ടില്ല. 3 പാട്ടുകളുണ്ട്. ഒരു ടൈറ്റിൽ സോങ് ഉണ്ട്, ഒരു 3 സോങ്ങുകളാണ്, ഒരു ടൈറ്റിൽ സോങ്, പിന്നെ ഇല്ലാതെ 2 സോങ്ങുകളുണ്ട്. ഒന്നും പറയാൻ പറ്റാത്തത് ഇതിൻ്റെ ഒരു സ്റ്റോറി ബേസ്ഡ് ആണ് ഇതിൻ്റെ സോങ്സുകളും എല്ലാം. അപ്പോൾ നേരത്തെ റിലീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തുകൊണ്ട് ഇതിന്റെ സോങ് ടി വിയിൽ കൊടുക്കുന്നില്ല എനിക്ക് ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നമ്മൾ ഇതിന്റെ സോങ്സ് ടി വിയിൽ കൊടുത്താൽ സിനിമയുടെ ഒരു പറ്റം സീനുകളാണ് ടി വിയിൽ കൊടുക്കേണ്ടി വരിക. അപ്പൊ അതുകൊണ്ടാണ് ഇത് കൊടുക്കാൻ പറ്റാത്തത്. അപ്പോൾ അത് 3 സോങ്ങുകളാണുള്ളത്. ഓക്കെ, അപ്പോൾ ഏതായാലും പെരുന്നാളൊക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് പൊതുവെ ഈദിന്റെ ഒരു പരിപാടി എന്താണ്? ഈദ് കഴിഞ്ഞായിരിക്കും സിനിമ റിലീസ് ആവുന്നത്. ഓക്കെ, അതെ. അപ്പോൾ അതിൻ്റെ ഒരു ഡേറ്റ് കൺഫർമേഷൻ പറയാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും ഈദ് പെരുന്നാൾ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ ഇതുണ്ടാവും. ഓക്കെ, അപ്പോൾ പൊതുവെ എങ്ങനെയാണ് ഈദൊക്കെ ആഘോഷിക്കുന്ന? ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിൽ പോയിട്ടുള്ള ഭക്ഷണം കഴിപ്പാണോ? എങ്ങനെയാണ് പൊതുവെ ഈദിന്റെ ഒരു പരിപാടി? ആക്ച്വലി ആഘോഷം എനിക്കൊക്കെ ഈ മാസമാണ്. കാരണം ഡെയിലി ഒരു ഇഫ്താർ ഉണ്ടാവും. ആക്ച്വലി അതിനേക്കാളും താല്പര്യം ഇഫ്താർ പാർട്ടീസ് ആണ് എന്നാണ് അല്ലേ? ഓക്കെ, ഇനി രാജേട്ടൻ കാണുമ്പോൾ എന്തായാലും ചോദിക്കണം എന്ന് വിചാരിച്ചാണ്. FB ഒരു പോസ്റ്റ് ഉണ്ട്, വളരെ വറീഡ് ആയിട്ടിരിക്കുന്ന ഒരു അച്ഛൻ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ലിറ്റിൽ ലേഡിയുടെ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ? അല്ല, വിഷമം ആക്ച്വലി എനിക്ക് സൂപ്പറായിരുന്നു. ഞങ്ങളവിടെ പോയിട്ട് മോളെ ബായ് എന്ന് പറഞ്ഞ ആളങ്ങ് പോയി. She was all fine അല്ലേ? അപ്പൊ എന്തായാലും സിനിമ തിയേറ്ററിലേക്ക് എത്താൻ പോവാണ്. പ്രേക്ഷകരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാട് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവരുള്ളത്. കാരണം മൂവിയിൽ ഒരുപാട് സസ്പെൻസും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നാണ് തോന്നുന്നത്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് പ്രേക്ഷകരുടെ അടുത്ത് എന്താണ് പറയാൻ?
ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഈ സിനിമ ഈ കാലഘട്ടത്തിൽ പറയേണ്ട സിനിമയാണ്, ഇപ്പം ഉണ്ടാവേണ്ട ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണെന്നാണ് എനിക്കിത് പറയാം. ഈ കാലഘട്ടത്തിൽ സംഭവിക്കേണ്ട സിനിമയാണ് ടിയാൻ. എനിക്കൊന്ന് ഈ മാർക്കറ്റിങ്ങിൻ്റെ പല മെത്തേഡ്സിലൂടെയും ഒരുപക്ഷെ ഇപ്പോൾ ഈ സിനിമ അറിയപ്പെടുന്നത് ഇത്ര കോടി രൂപയുടെ സിനിമ അല്ലെ, അത് ഇത്ര വലിയ സിനിമ എന്നുള്ളതാണ്. അതല്ല ഈ സിനിമയുടെ സവിശേഷത എന്ന് പറയുന്നത്. ഈ സിനിമ വേറിട്ട് നിൽക്കുന്നത് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും ഈ സിനിമയിലൂടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലൂടെയുമാണ്. ഇത് കുടുംബസമേതം തിയേറ്ററിൽ പോയി കാണണം എല്ലാവരും. ഒന്ന്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ബോറടിപ്പിക്കുന്ന ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് ആയിരിക്കില്ല ഈ സിനിമ എന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. രണ്ട്, കുടുംബസമേതം പോയി കാണണം, കുട്ടികളെ കാണിക്കണം. ഈ സിനിമയിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ മേ ബി കുട്ടികൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അതെന്താ അങ്ങനെ, എന്താ അവിടെ അങ്ങനെ, എന്താ അവർ കാണിച്ച്, അതിനൊക്കെ ഉത്തരങ്ങൾ കൊടുക്കണം. അതെല്ലാം ഇന്നത്തെ ഒരു എന്താ പറയുക, എവിടെയോ നമ്മൾ നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്നത് മറ്റാരോ പറഞ്ഞു തന്ന റിയാലിറ്റി ആണെന്ന് വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്ന ഒരു കാലമാണ്. അതായത് എവിടെയോ വെസ്റ്റേൺ വേൾഡ് കണ്ട ഇന്ത്യയാണ് നമ്മൾ വിശ്വസിക്കേണ്ട ഇന്ത്യ എന്ന് നമ്മൾ തന്നെ പഠിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു കാലമാണ്. അതല്ല ദ റിയലിസം ഇൻ ആക്ച്വൽ ഇന്ത്യ. ഇന്ത്യയുടെ ഒറിജിനൽ സോഷ്യൽ ഫാബ്രിക് എന്ന് പറയുന്നത് നമ്മളുടെ ഇടയിലുള്ളതാണ്. അപ്പോൾ അതിലാണ് ഈ സിനിമ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് എക്സിസ്റ്റൻസ്, ഡെമോക്രസി എന്നൊക്കെ പറയുന്ന ബേസിക് സ്റ്റാറ്റ്യൂട്ട്സ് തന്നെ ചലഞ്ച് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും സൃഷ്ടിക്കപ്പെടേണ്ട ഒരു സിനിമയാണ്. അത് കുടുംബസമേതം പോയി കാണണം. എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഈ സിനിമയ്ക്ക് ഉണ്ടാകണം. പറഞ്ഞോളൂ. ഇല്ല, എനിക്ക് ഇവർ പറഞ്ഞതിൽ നിന്ന് എക്സ്ട്രാ ഒന്നും പറയാനില്ല. കാരണം ഫിലിം എല്ലാവരും പോയി കാണുക. വളരെ നല്ലൊരു ഫിലിമായിരിക്കും ടിയാൻ. നിങ്ങൾക്ക് എന്താ, നിങ്ങൾ ഈ ട്രെയിലറൊക്കെ കണ്ട് എല്ലാവരും തരുന്ന ഈ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും എനിക്ക് തിയേറ്ററിൽ നിന്ന് കാണണമെന്നാണ് എല്ലാവരും. സോ കാണുക. അപ്പോൾ ഏതായാലും ഈ ഉത്സവകാലത്ത് ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞ പോലെ ഒരു ഫ്രഷ് ഫീലുള്ള, ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്ന ഒരു സിനിമ ഇപ്പോൾ എല്ലാവരും കുടുംബസമേതം ഈ ചിത്രം തിയേറ്ററിൽ പോയി കാണണം. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. ആൻഡ് ഈദ് മുബാറക് ടു യു. താങ്ക് യു. ഈദ് മുബാറക്.